ആഗോളതലത്തിലെ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയുടെ എക്സ്പെക്ടേഷൻസും ഒക്കെ പങ്കുവെക്കുവാനുമായി നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, അതുപോലെ തന്നെ യു എസ് വിപണിയിലേക്ക് ആദ്യം നമുക്കൊന്ന് പോയി നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഇന്നലെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് ചരിത്രത്തിൽ ആദ്യമായി 17,000 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും എൻവിഡിയ ഓഹരികളിലെ ഒരു കുതിപ്പ് തന്നെയാണ് ആ ഒരു മികച്ച ക്ലോസിംഗ് നടത്താനായിട്ട് സൂചികയെ സഹായിച്ചതും എന്ന് തന്നെ പറയാം. എന്നാൽ ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ ആ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏകദേശം ഒരു 0.5% ഇടിവിലാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികകളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഈസ് 19,000 പോയിന്റ്സ്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ ടെക്നോളജി സ്റ്റോക്സിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ എടുക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് നമുക്ക് ഒരു അല്പം കൂടെ മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിൽ വീണ്ടും ഇന്നലെ ഒരു കറക്ഷൻ തുടർന്ന ഒരു കാഴ്ച കണ്ടത്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നാളെ ആകുമ്പോഴേക്കും ഈ ഒരു കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് നമ്മൾ വരും. ആൻഡ് എനിക്ക് ഈ ലെവലിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇനിയൊരു സെൽ ഓഫ് നടക്കുമെന്ന്. വി ഹാവ് കം ടു ദ ലാസ്റ്റ് ഫേസ്. മാക്സിമം ഡൗ ജോൺസ് ഇൻഡെക്സിന് ഇനി ഈ ലെവലിൽ നിന്ന് താഴെ പോകുന്നത് ഇറ്റ് ഈസ് ഓൺലി അപ് ടു 38,500. ആ ലെവലിൽ നിന്നും വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഞാൻ റിക്കവറിയാ എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ് സർ, അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൺഡേ ഒപെക് മീറ്റിംഗ് ഒക്കെ നടക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇനിയും അവരുടെ ഉൽപ്പാദനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടാകുമോ എന്നതടക്കമുള്ള ഒരു എക്സ്പെക്ടേഷൻ നിക്ഷേപകർക്കിടയിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ അണ്ടർടോൺ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇറ്റ് ഹാസ് ബീൻ ബെയറിഷ്. നല്ലൊരു കറക്ഷൻ ആയിരുന്നു ക്രൂഡിൽ കാണാൻ സാധിച്ചത്. ഇന്നലെ ക്രൂഡ് അല്പം ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും ക്ലോസിംഗ് ടൈം ആകുമ്പോഴേക്കും വളരെ പോസിറ്റീവ്, വളരെ ബുള്ളിഷ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ ഒരു സമയത്ത് നമ്മുടെ കൈവശം ഷോർട്ട് പൊസിഷൻസ് ക്രൂഡിലുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യണം. നമ്മളിപ്പോൾ ക്രൂഡിന്റെ കേസിൽ മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ $82. ഇത് WTI ക്രൂഡിലാണ്. $82 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറും. അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് ഇന്നത്തെ വ്യാപാരത്തിൽ മാർജിനലായിട്ടൊരു കുറവാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ട്രോയ് ഔൺസിന് 2,357.6 എന്ന നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. സ്വർണത്തിന്റെ കേസിൽ $2,390 ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $2,420. ആൻഡ് ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,320 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ NSE പ്രത്യേകിച്ച് നിഫ്റ്റിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 22,888.15 എന്ന നിലയിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പൊതുവെ ഒരു തുടക്ക വ്യാപാരത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ഇൻട്രാഡേയിൽ ആ ഒരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, വ്യാപാരത്തിന്റെ അവസാന മിനിറ്റുകളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇനി വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ തുടർച്ചയായിട്ട് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 സെഷനിൽ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുവരുന്നത്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്ന് വീണ്ടും ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയാസ്, ആദ്യത്തെ 22,600, രണ്ടാമത്തത് 22,500. ഈ ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് നമുക്കൊരു സൂചന ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 23,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇന്ന് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു കറക്ഷൻ അവസാനിക്കുമ്പോഴേക്കും നമുക്ക് നല്ല ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ ഒത്തിരി ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ആൻഡ് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അല്പം കൂടി വോളറ്റൈൽ ആയിട്ടൊരു സെഷന് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത് എന്നൊരു പ്രതീക്ഷയാണ് നിക്ഷേപകർക്കിടയിലുള്ളത്. ഇന്നലത്തെ ഒരു ക്ലോസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ 49,142.15 എന്ന നിലയിൽ ഏകദേശം 0.25% ഇടിവിലായിരുന്നു ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇനി ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ ഇന്ന് ഇപ്പോൾ നിഫ്റ്റിയുടെ ബാങ്ക് എക്സ്പയറി ഡേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലൊരു കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർടോൺ ഓൾസോ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 49,974 പോയിന്റിലാണ്. മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ആ ഒരു ലെവലിന്റെ വളരെ അടുത്തോട്ട് വന്നിരുന്നു. ആൻഡ് അതിനെ തുടർന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുവരുന്നത്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 48,400. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ നിഫ്റ്റി 50യുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലായിരിക്കാം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇന്ന് ബാങ്കിങ് സെക്ടറിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ സാറിന് ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത് അദാനി ഗ്രൂപ്പിൽപ്പെട്ട ഓഹരികൾ തന്നെയാണ്. അദാനി ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓഹരികളെല്ലാം തന്നെ ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ സ്ട്രെസ് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അദാനി വിൽമറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കാരണം കമ്പാരിറ്റീവ്ലി അദാനി ഗ്രൂപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഓഹരി കൂടിയാണ് അദാനി വിൽമർ എന്ന് പറയുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി ഇയർ ടു ഡേറ്റിൽ നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം ഈ 4%-ലധികം അല്ലെങ്കിൽ ഒരു 5%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് 2024 ഇതുവരെ നൽകിയിട്ടുള്ളത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ അദാനി സ്റ്റോക്സിലൊക്കെ തന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുവരുന്നത്. ബട്ട് ഇതിൽ എല്ലാ ഓൾ ദ അഡാനി സ്റ്റോക്സ് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്ന ഇറ്റ് ഈസ് അഡാനി വിൽമർ. അഡാനി വിൽമറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഇന്നൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 355 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഓഹരികളിലേക്കാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒപ്പം തന്നെ ടാറ്റയിൽ തന്നെയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 11 ഒരു പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം തുടർച്ചയായിട്ടൊരു 2.5 മാസത്തിലധികമായിട്ട് ശക്തമായിട്ടൊരു കറക്ഷൻ നേരിടുന്ന ഓഹരി കൂടിയാണ് ടാറ്റ കൺസ്യൂമർ. ഇന്നലെ എന്നാൽ ഒരു നേരിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുമുണ്ട്. 1,090.35 എന്ന നിലയിലാണ് ടാറ്റ കൺസ്യൂമർ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് നിക്ഷേപ അവസരം കാണുന്നുണ്ടോ? ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2-2.5 മാസമായിട്ട് ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. ഇത് ഒരു ട്രേഡിങ്ങിന് വേണ്ടി മാത്രമല്ല, ഈവൻ ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1,120 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1,180 അതിനെ തുടർന്ന് 1,240 രൂപയിലും ആയിരിക്കും. ഒപ്പം തന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഓഹരി ഏകദേശം 1%-നടുത്ത് ഇടിഞ്ഞ് 1,803 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 3-ാം തീയതി രേഖപ്പെടുത്തിയ 2,084.65 എന്ന നിലയാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു ഈ ഒരു ഓഹരിയിൽ കണ്ടുവരുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബെയറിഷായി തന്നെ തുടരുന്നു.
സ്റ്റോക്കിന്റെ കേസിൽ മെയ് മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു 52-week ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 1710 ആ ഒരു റേഞ്ചിലായിരുന്നു. സോ നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ സ്റ്റോക്കിന് 1740 1760 ഈ റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ലോ റിസ്ക് എൻട്രി അവസരം ലഭിക്കും. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ് ആയി സ്ഥിരീകരിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 1840 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള കമ്പനിയായിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. വിപണിയിലേക്ക് എത്തിയിട്ട് അധികകാലമായിട്ടുള്ള ഏകദേശം ഒരു 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ വിപണിയിലേക്ക് എത്തിയിട്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു നിലപാട് അറിയാൻ ആഗ്രഹമുണ്ട്. ഒപ്പം തന്നെ ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാർച്ച് 21-നായിരുന്നു ഒരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുകയും മെയ് 14-ലേക്ക് എത്തുമ്പോൾ ഒരു 52-week ലോയിലേക്ക് എത്തുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് ഈ 2 മാസങ്ങൾക്കിടെ ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുമുള്ളത്. പോപ്പുലർ വെഹിക്കിൾസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പോപ്പുലർ വെഹിക്കിൾസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മൾ മറ്റ് പല IPO സ്റ്റോക്സിൽ കണ്ട ഒരു സെയിം പാറ്റേൺ, അതായത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിടുന്ന ഒരു സ്ഥിതിയായിരുന്നു നമുക്ക് കഴിഞ്ഞ 2 മാസത്തിനിടെ കാണാൻ സാധിച്ചത്. ബട്ട് എനിക്ക് തോന്നുന്നത് പോപ്പുലർ വെഹിക്കിൾസിന്റെ സെല്ലിംഗ് പ്രഷർ അവസാനിച്ചു. നമുക്ക് ഈ ലെവലിൽ നിന്നും ഒരു റിക്കവറി തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് 220-225 ഈ ഒരു ലെവലിൽ തന്നെ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 205 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്ക് ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 243 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 260 260 രൂപയിലായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള സാറിൻ്റെ ഒരു ഇൻഷുറൻസ് മേഖല കമ്പനികളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഇന്നലെ ഇപ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള HDFC ലൈഫ്, SBI ലൈഫ് തുടങ്ങിയ ഓഹരികളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നപ്പോൾ പബ്ലിക് സെക്ടറിലുള്ള ഓഹരികളെല്ലാം നല്ലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ജനറൽ ഇൻഷുറൻസിലേക്ക് വരികയാണെങ്കിൽ 2% ഇടിഞ്ഞിട്ട് 356.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ 52-week ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8-ാം തീയതി രേഖപ്പെടുത്തിയ 467.8 എന്ന നിലയാണ്. ജനറൽ ഇൻഷുറൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മളിപ്പോ പ്രൈവറ്റ് സെക്ടർ മേജർ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ICICI Prudential 640 രൂപയുടെ ഒരു 52-week ഹൈ നമുക്ക് ഏപ്രിൽ മാസത്തിൽ നൽകിയതിനു ശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. ICICI Prudential 600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. SBI ലൈഫ് നോക്കിക്കഴിഞ്ഞാലും SBI ലൈഫിലും ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിന് 1470 രൂപയിലാണ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ യു വിൽ സി എ ബിഗ് ഗെയിൻ ഇൻ ദ ഷോർട്ട് ടേം. HDFC ലൈഫിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ ഹേർഡില് 595 അതിനെ തുടർന്ന് 625 രൂപയിലും ആയിരിക്കും. നമ്മളിപ്പോ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് നോക്കുമ്പോഴേക്കും ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗിൽ വീണ്ടും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് ആരംഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു 340-350 ഈ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു കൺസിഡർ ദാറ്റ്. ബിക്കോസ് ഈ സ്റ്റോക്കിൽ ഇൻ ദ ഷോർട്ട് ടേം ഐ എം എക്സ്പെക്ടിങ് എ ബിഗ് റാലി. അങ്ങനെ റാലി നടക്കുന്നുണ്ടെങ്കിൽ 390-420 ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ലെവൽസ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എടുക്കുമ്പോഴേക്കും അഗെയിൻ സിമിലർ പാറ്റേൺ. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിന് 220 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. ബട്ട് ഇന്ന് ട്രേഡിംഗിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 243 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. അതിൽ ആദ്യമായി ഒരു പ്രേക്ഷകൻ IREDAയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 4% ഇടിഞ്ഞ് 185.4 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IREDAയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IREDA ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയിൽ കണ്ട നേട്ടത്തിനെ തുടർന്നായിരുന്നു ഇന്നലെ നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. സോ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 175. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഷാജി എന്ന പ്രേക്ഷകൻ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% ഇടിഞ്ഞ് 952.65 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ATGയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ATGയിലും നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നല്ലൊരു നേട്ടമായിരുന്നു കണ്ടത്. ആൻഡ് കഴിഞ്ഞ 2 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ എനിവെയർ ബിറ്റ്വീൻ 915 to 940 നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് നമ്മൾ അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നിഫ്റ്റി 50 തിരിച്ചൊരു റിക്കവറി നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ല നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോക്ക് മുന്നേറുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 1000 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1080. പ്രണവ് എന്ന പ്രേക്ഷകൻ ONGCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിഞ്ഞ് 274.25 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ONGCയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്തൊക്കെയാണ്? ONGCയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ 3 മാസമായിട്ട് സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിലെ ട്രേഡിങ്ങിന് വേണ്ടി എനിക്ക് ഒരു ട്രേഡിംഗ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 260, മേജർ റെസിസ്റ്റൻസ് 295 രൂപയിലുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലജിത്ത് എന്ന പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിഞ്ഞ് 71.55 എന്ന നിലയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRBയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? IRB is a small cap stock ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ഇത് നമുക്കൊരു പുതിയ 52 വീക്ക് ഹൈ നൽകിയതിനു ശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2 സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത്. ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൈ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആൻഡ് ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 67 രൂപയിലാണ്. ധനേഷ് എന്ന പ്രേക്ഷകൻ ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 44.15 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈസ്മൈ ട്രിപ്പിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് എനിക്ക് ഒരു പുതിയ എൻട്രി അവസരവും കാണാൻ സാധിക്കുന്നില്ല. 46 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ജയൻ എന്ന പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 0.5% ഇടിഞ്ഞ് 77.95 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 75 രൂപയിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ 81 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 81ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 86 86ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 92 രൂപയിലും. കനകേഷ് എന്ന പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിഞ്ഞ് 1085.9 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിന്മേൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്?
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2-3 സെഷൻസിൽ നമുക്ക് വീണ്ടും വോളറ്റിലിറ്റി സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ആ ഒരു സെല്ലിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല 1000 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് തീർച്ചയായിട്ടും ആ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1170 രൂപ. മറ്റൊരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3% ഇടിഞ്ഞ് 1910 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വെരി മച്ച് ബുള്ളിഷ്. മെഞ്ഞാന്തത്തെ ട്രേഡിംഗിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒപ്പം തന്നെ മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഇതിലൊക്കെ നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് എനിക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റോക്കിലും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1590 രൂപ. അടുത്തൊരു റാലി റിക്കവറി നടക്കുന്ന സമയത്ത് വളരെ അലേർട്ട് ആയിരിക്കണം. കാര്യം ഈ സ്റ്റോക്ക് 2100 എത്തുമ്പോഴേക്കും സെല്ലിംഗ് പ്രഷർ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നെബു എന്ന പ്രേക്ഷകൻ LG എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 5.5% ഇടിഞ്ഞ് 614.3 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഒപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ കൂടി പങ്കുവയ്ക്കാമോ? LG എക്യുപ്മെന്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിലെ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഇത് ട്രേഡിങ്ങിന് ഉപയോഗിക്കേണ്ട ഒരു സ്റ്റോക്ക് അല്ല. ഇത് നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ലോങ് പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്ന 575 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 680 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. മിഷ എന്ന പ്രേക്ഷകർ ഗാർഡൻ റീച്ചുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിഞ്ഞ് 1398 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. GRSയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഞാനിപ്പോ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. GRSC, മാസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ 3 സ്റ്റോക്സും കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിനിടെ വലിയ നേട്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ജസ്റ്റ് ലൈക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ചിൽ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. ആൻഡ് അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് തുടരുന്നത്. ബട്ട് ഈ 3 സ്റ്റോക്സിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഗാർഡൻ റീച്ചിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ മേജർ സപ്പോർട്ട് 1200 രൂപ. അടുത്തൊരു റാലി റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1480 മുതൽ 1540 ഈ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മധു എന്ന പ്രേക്ഷക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിഞ്ഞ് 157.5 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ബാങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ബാങ്ക് അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ കണ്ട സെയിം ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു യൂണിയൻ ബാങ്കിലും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇൻവെസ്റ്റിംഗിന് വേണ്ടിയാണെങ്കിൽ, കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 143 മുതൽ 147 വരെ. ഇന്നത്തെ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അമൃത എന്ന പ്രേക്ഷക റിലയൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഇടിവിൽ 2911 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിക്ഷേപ അവസരം താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. നിഫ്റ്റി 50യുടെ സെയിം പാറ്റേൺ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.
ആൻഡ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ 3 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കളക്ഷൻ റിലയൻസിൽ കാണാൻ സാധിക്കുന്നത് 2280 മുതൽ 2900 രൂപ വരെ നമുക്കൊരു ലോങ് പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു കൺസിഡറേഷനിൽ എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 മുന്നേറുന്ന സമയത്ത് തീർച്ചയായിട്ടും വി ക്യാൻ എക്സ്പെക്ട് എ ബിഗ് റാലി ഇൻ റിലയൻസ് ഇൻഡസ്ട്രി. വരും ആഴ്ചകളിൽ ഞാൻ റിലയൻസ് ഇൻഡസ്ട്രീസിൽ പുതിയൊരു ലോങ് ടേം ഓൾ ടൈം ഹൈയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, സന്തോഷ് എന്ന പ്രേക്ഷകൻ ഇസാഫുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇസാഫിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇസാഫ് നമ്മളെ പോപ്പുലർ വെഹിക്കിൾസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിംഗിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇസാഫ്. ഇസാഫ് അറ്റ് ദ മൊമെന്റ് ഇസ് ട്രേഡിംഗ് അറ്റ് ദ ഓൾ ടൈം ലോ. സോ 53 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമ്മൾ പതുക്കെ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങണം. ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇസാഫിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ അല്പം കൂടെ ഒരു വോളറ്റിലിറ്റി സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് നമ്മളൊരു ലോങ് ടേം വ്യൂ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് വർത്ത് ഇറ്റ്. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ കഴിവതും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും അതിനോടൊപ്പം തന്നെ എക്സ്പേർട്സിന്റെ ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.